സ്മാർട്ട് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ. എന്താണ് ഡിഫറൻസിയേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ. ഇതാണ് ഡിഫറൻസിയേഷന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. നമുക്ക് ഒരു ക്വാണ്ടിറ്റിയുടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുന്ന പ്രോസസ് ആണ് ഡിഫറൻസിയേഷൻ. ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിയെ ആശ്രയിച്ച് മാറുമ്പോൾ ആ ചേഞ്ചിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോസസ്, അതിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലാവാൻ ഈ ഒരു ഗ്രാഫ്, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിഫറൻസിയേഷൻ എന്താണെന്ന് കൂടുതൽ പഠിക്കാൻ കഴിയും. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കി, ഈ ഗ്രാഫില് നമുക്കൊരു കർവ് കാണാൻ കഴിയും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ബ്ലൂ കളറിൽ ഒരു കർവ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ? ഇതാണ് നമ്മുടെ കർവ്. ഈ കർവിന്റെ പേരാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ കർവ് ഏതാണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവാണ്. ഈ കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ പോയിന്റ് കണ്ടോ, പി എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിലെ എനിക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അതായത് ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും x0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ x0യിലെ ഡെറിവേറ്റീവ് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? എന്താണ് ആ ഇക്വേഷന്റെ മീനിങ്? ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും. കാരണം നമുക്ക് നോക്കാം, ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്, ഇതിന്റെ ഉപയോഗം എന്താ? അതാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് എക്സ് ഓർ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് ഡെറിവേറ്റീവ് കാണാനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. അതായത് നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവിനെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ്. ഈ എഫ് ഡാഷ് എക്സ് കാണാനുള്ള ഇക്വേഷൻ ലിമിറ്റ് എച്ച് ടെൻഡ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ആണ്. എഫ് ഓഫ് എക്സ് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ്. ആ എഫ് ഡാഷ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻഡ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. അതായത് ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫിൽ നിന്ന് ഈ ഇക്വേഷൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കർവാണ്. ഈ കർവ് കണ്ടല്ലോ എല്ലാവരും, ബ്ലൂ കളറിലുള്ള ഈ കർവ്. ഈ കർവിന്റെ പേരാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി ഇവിടെ ഒരു x0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കർവിലോട്ട് നോക്കിയേ, ഒരു പോയിന്റ് കിട്ടും അല്ലെ? ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ് എനിക്ക് വേണം. ഈ പോയിന്റിലെ ഡെറിവേറ്റീവ്, അതായത് x0 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ എന്താ വിളിച്ചത്? എഫ് ഡാഷ് എക്സ് എന്നാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ എഫ് ഡാഷ് ഓഫ് x0 എന്ന് വിളിക്കാം. ഈ എഫ് ഡാഷ് ഓഫ് x0 കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. എന്താണ് എഫ് ഡാഷ് ഓഫ് x0 ഇക്വേഷൻ? എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറയുന്നത് ലിമിറ്റ് യൂസ് ചെയ്ത്, ലിമിറ്റ് എച്ച് ടെൻഡ് 0 എഫ് ഓഫ് x0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡ് ബൈ എച്ച്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ കണ്ടായിരുന്നു, ലിമിറ്റ് ഉപയോഗിച്ചാണ് കണ്ടത്. ലിമിറ്റ് എച്ച് ടെൻഡ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ
എച്ച് ആയിരുന്നു. ഇതില് നമുക്കിപ്പം വേണ്ടുന്ന x0 എന്ന് പറയുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഈ എക്സ് ഉള്ള സ്ഥാനത്ത് ഞാൻ x0 കൊടുത്തു. അതായത് എന്ത് കിട്ടി? ലിമിറ്റ് h ടെൻഡ് 0. ഇവിടെ f of x0 പ്ലസ് h മൈനസ് f of x ഉള്ളടുത്ത് അവിടെ x0 കൊടുത്തു ഡിവൈഡ് ബൈ h. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പോയിന്റിൽ ഞാൻ റെഡ് കളറിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ. അത് ഒരു പോയിന്റിൽ ഈ കർവിന്റെ ഒരു പോയിന്റിലെ ടച്ച് കിട്ടും. ഈ കർവിന്റെ ഒരു പോയിന്റിലെ ഈ ലൈൻ ടച്ച് കിട്ടും. അങ്ങനെ വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് ടാൻജന്റ് എന്ന് പറയും. എന്ത് പറയും? ടാൻജന്റ്. അതായത് ടാൻജന്റ് എന്ന് പറയും അല്ലെ. അതായത് ഈ ടാൻജന്റ് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എഫ് ഡാഷ് എക്സ് അഥവാ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ പഠിക്കുന്നത്. അതെ, ഇവിടെ നമ്മളൊരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ്. ടാൻജന്റിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അത് നമുക്ക് ഒന്നുകൂടെ പറയാം. ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്. ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അരം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ് അർത്ഥമാക്കുന്നത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ്. ഇതാണ് ഡെറിവേറ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അരം നമുക്ക് ഇവിടെ ഒരു കർവ് കണ്ടു. ആ കർവിൽ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് ആണ് പി ഓഫ് x0 എഫ് ഓഫ് x0 എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. അരം നിങ്ങൾ നോക്കി, പി എന്ന് പറയുന്ന പോയിന്റില് എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് x0, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിലുള്ള ഇമേജ് ആണ് എഫ് ഓഫ് x0. അരം കോർഡിനേറ്റ് എഴുതുന്നത് എങ്ങനെയാ? പി ഓഫ് x0 എഫ് ഓഫ് x0. അരം ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ വരച്ചിരിക്കുന്ന റെഡ് കളറിലുള്ള സ്ട്രെയിറ്റ് ലൈൻ, ഇതിനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അരം ഒരു ക്വാണ്ടിറ്റി മറ്റൊന്നിനനുസരിച്ച് എത്ര വേഗത്തിൽ മാറുന്നു എന്ന് കണ്ടെത്താനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്. ഗ്രാഫിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കർവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കുന്നത് ആ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. അതായത് ഗ്രാഫിൽ ഈ പർട്ടിക്കുലർ പോയിന്റ് ഏതാ? പി. ആ പോയിന്റിൽ ഈ കർവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കുന്നത് ആ പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഡെറിവേറ്റീവ് എന്നത് ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അരെ സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലെ. അരെ നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ഇക്വേഷൻ സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ s2 മൈനസ് x1. ഇതാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ പോയിന്റ് കണ്ടോ? അരെ എനിക്ക് ഈ പോയിന്റിലെ കർവിലെ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ x0യിൽ നിന്ന് h ഡിസ്റ്റൻസ് അകലത്തിൽ ഞാൻ ഒരു പോയിന്റ് എടുക്കും. അതെന്താവും? x0 പ്ലസ് h ആയിരിക്കുമല്ലോ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടും. അതിന്റെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? നിങ്ങൾ കണ്ടു. എന്താ? x0 പ്ലസ് h. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ y ആക്സിൽ ഒരു ഇമേജ് കിട്ടുമല്ലോ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? എഫ് ഓഫ് x0 പ്ലസ് h അല്ലെ. അതായത് y ആക്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എഫ് ഓഫ് x0 പ്ലസ് h. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് x0 പ്ലസ് h എഫ് ഓഫ് x0 പ്ലസ് h. അതായത് നമ്മള് ഇപ്പൊ കിട്ടിയേക്കുന്ന ഈ പോയിന്റും നേരത്തെ പോയിന്റും ഞാൻ ജോയിൻ ചെയ്ത് പുതിയൊരു ലൈൻ വരയ്ക്കുന്നത് കണ്ടോ? പുതിയൊരു ലൈൻ വരച്ചേക്കുന്നത്. ഞാൻ ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ്, ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്ത പുതിയ ലൈനിന്റെ സ്ലോപ്പ് വെച്ചിട്ട് പഴയ ടാൻജന്റ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ഡെറിവേറ്റീവ് കാണേണ്ട ആ പോയിന്റില് അവിടോട്ട് എത്തിച്ചേരുന്ന ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം വരച്ചേക്കുന്നതിന്റെ സ്ലോപ്പ് കാണാനുള്ള y2 മൈനസ് y1 ഡിവൈഡ് ബൈ s2 മൈനസ് x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പോയിന്റിനെ നമുക്ക് x1 y1 എന്ന് വിളിക്കാം. ഇതിനെ ഈ കോർഡിനേറ്റിനെ x2 y2 എന്ന് വിളിക്കാം. അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y2 മൈനസ് y1. y2 ആരാ? അപ്പോ x0 പ്ലസ് h മൈനസ് y1 മൈനസ് അപ്പോ x0
ഡിവൈഡഡ് ബൈ ഇനി ഡിനോമിനേറ്ററിൽ എന്താ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ S2 മൈനസ് എക്സ് S2 ആരാ x0 പ്ലസ് h മൈനസ് x1 ആരാ x0 അല്ലെ അരെ x0യും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി f of x0 പ്ലസ് h മൈനസ് f of x0 ഡിവൈഡഡ് ബൈ h. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ പുതുതായിട്ട് നമ്മൾ ഫോം ചെയ്ത ലൈനിന്റെ സ്ലോപ്പാണ്. നമുക്ക് വേണമെന്ന് നേരത്തെ നമ്മൾ കണ്ട പി കൂടെ പോകുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ കുറച്ചു കൊണ്ടുവരും. ഇപ്പൊ എച്ച് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇത്രയും ദൂരമാണ് നേരത്തെ എടുത്തതെങ്കിൽ ആ പോയിന്റ് കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, അന്നേരം നമ്മുടെ ഫോം ചെയ്യുന്ന ലൈന് എന്താ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നല്ലേ, അതിന് കറസ്പോണ്ടിങ് ഇങ്ങനെ എച്ച് ഞാൻ കുറച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, എച്ച് 0 ആക്കിയെന്ന് കരുതും. എച്ച് 0 ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് ഒന്നുമില്ല. പഴയ x0യിൽ വരുമ്പോൾ നേരത്തെ വരച്ച ലൈൻ ഇങ്ങനെ ഇരിക്കുന്ന ലൈന് എങ്ങനെയായിട്ട് മാറും, ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന അല്ലെ, ഈ ഒറ്റ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ലൈനാവും. അതായത് നേരത്തെ വരച്ച ലൈനിന്റെ സ്ലോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതിന്റെ അകത്തോട്ട് h → 0 എന്ന് നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് h എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 0 ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഒരു സ്ലോപ്പ് കണ്ടുപിടിച്ചായിരുന്നല്ലോ ആ ലൈനിന്റെ, അതങ്ങോട്ട് എഴുതുന്നു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ലൈനിന്റെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. ഇതല്ലേ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എഫ് ഡാഷോ എവിടുത്തെ ഡെറിവേറ്റീവാ, x0 എന്ന് പറയുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ്. അരെ എഫ് ഡാഷോ x0 എന്ന് പറയുന്ന പോയിന്റിലെ x0 എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കർവിലുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് അതെന്ന് പറയുന്നത് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ്. കർവിന്റെ ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് അതാണ് എഫ് ഡാഷോ x0 അല്ലെ. അത് കണ്ടുപിടിക്കാൻ ലിമിറ്റ് h → 0 f of x0 പ്ലസ് h മൈനസ് f of x0 ഡിവൈഡ് ബൈ h ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. എന്താണ് ഡെറിവേറ്റീവ്, അതിന്റെ ഇക്വേഷനും ഈ ഗ്രാഫുമായിട്ട് നമ്മൾ നോക്കി മനസ്സിലാവണം, ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാവണം. ഈ ഇക്വേഷൻ എങ്ങനെ ഉണ്ടായി, ഈ ഇക്വേഷന്റെ അർത്ഥം എന്താണ്, ഡെറിവേറ്റീവിന്റെ അർത്ഥം എന്താണ്, ഇത് മനസ്സിലായിട്ട് വലിയ ആപ്ലിക്കേഷൻ ഉള്ള ഡിഫറൻസിയേഷനെ കുറിച്ച് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഇക്വേഷന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിയെ ആശ്രയിച്ച് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ ചേഞ്ചിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ കണ്ടെത്തുന്ന പ്രോസസ് ആണ് ഡിഫറൻസിയേഷൻ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിയെ ആശ്രയിച്ച് മാറുന്ന കേസ്. ഇപ്പൊ ഒരാൾ നടന്നു പോകും, നടന്നു പോകുമ്പോൾ അയാൾക്ക് പൊസിഷൻ ചേഞ്ച് ഉണ്ടാവും ടൈമിനനുസരിച്ചിട്ട്. ആ പൊസിഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെയല്ലേ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് ഡിഫറൻസിയേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ടാൻജന്റ് സ്ലോപ്പ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു നമ്മൾ കണ്ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ലിമിറ്റ് h → 0 f of x plus h മൈനസ് f of x by h. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് പോയിന്റിലെയും f of x എന്ന് പറയുന്ന നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. ആ f of x ലെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് x0 എന്ന് പറയുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ f dash of x-ല് x-ന് x0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് കിട്ടും. അതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച ഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കിയ ലിമിറ്റ് h → 0 f of x0 പ്ലസ് h മൈനസ് f of x0 by h. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് നമ്മളിപ്പോ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് നമുക്ക് മനസ്സിലായി. എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്തതിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ്, അതിനെയാണ് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് വിളിക്കുന്നത്. എഫ് ഡബിൾ ഡാഷ് എക്സ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് എക്സ്. ഈ എഫ് ഡാഷ് എക്സിനെ നമ്മൾ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കും അല്ലെ, ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കും. അതിനെ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡബിൾ ഡാഷ് എക്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തതിന് ഒന്നുകൂടെ ഡി ബൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് നമുക്ക് കിട്ടും.
ഡിഫറൻഷിയേറ്റിംഗ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഗെയിൻ, അതിനെയാണ് നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, അതിനെ ഒന്നുകൂടെ ഡി ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അതിനെയാണ് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സ്കീമിന്റെ എല്ലാ സബ്ജക്റ്റുകളും പ്രോപ്പർ ഓർഡറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി സ്മാർട്ട് ടോപ്പർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. താങ്ക് യു.